മൈ ഡിയർ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേ ഞാൻ എൻ്റെ യുഐയിലെ ഫസ്റ്റ് ഡേ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കാൻ വന്നിട്ടുള്ളത്. ഐ എം സോ എക്സൈറ്റഡ് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ദേ ഫസ്റ്റ് ഡേ തന്നെ വെയർ ചെയ്തിട്ടുള്ളത് ഒരു പിങ്ക് കളർ ടോപ്പും ഒരു ബ്ലൂ കളർ ജീൻസും ആണ്. ഞാൻ എന്നിട്ട് ദേ ഫസ്റ്റ് ഡേ അലൈനിലാണ് കേട്ടോ ഉള്ളത്. ഞാൻ നേരെ എയർപോർട്ടിൽ നിന്ന് അച്ഛൻ്റെ അടുത്തേക്കാണ് വന്നത്. അലൈനിൽ അച്ഛൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണത്. സോ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അലൈൻ തന്നെ കംപ്ലീറ്റ്ലി കുറച്ച് ഉള്ളിലേക്കാണ്, അപ്പോൾ കുറച്ച് കാം ആൻഡ് ക്വൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നേരെ വണ്ടി എടുത്ത് പോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമ്മയുടെ, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അതേ കണ്ടോ അച്ഛൻ ബെല്ലടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അതൊന്നും ഞാൻ എടുത്തില്ല ഗൈസ്. അതിനുശേഷം നമ്മളിതേ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നിങ്ങളൊക്കെ കാണണം ഗൈസ്. എന്ത് ഭംഗിയായിട്ടാണ് ഇവർ ഈ മരുഭൂമിയിൽ കണ്ട മരമൊക്കെ വെച്ച് പിടിപ്പിച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് എത്ര ഇമ്പോർട്ടൻസ് അല്ല കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇങ്ങനെ വെട്ടാമെന്ന് അന്വേഷിച്ച് അടക്കമാണ്. വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ കണ്ണടച്ച് തുറന്നപ്പോഴേക്കും എന്താക്കെടുക്കുന്നു ലുലു. അങ്ങനെ നമ്മൾ ലുലുവിൽ എത്തി കേട്ടോ. അപ്പം നേരെ ഞാൻ പോവുകയാണ്. കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അച്ഛനെ പിടിച്ച് നിർത്തി എടുത്ത വീഡിയോ ആണ് ഗൈസ്. കിട്ടൂല ഗൈസ്, അങ്ങനെയൊന്നും റയർ പീസാണ്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് നാട്ടിൽ നിന്ന് എല്ലാം കൂടി ചോന്ന് വരണ്ടല്ലോ. അപ്പോൾ കുറച്ച് സാധനം ഇവിടെ നിന്ന് മേടിക്കാമെന്ന് വെച്ചു. ഞാനിവിടെ വന്ന ദിവസം ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടുത്തെ നാഷണൽ ഡേ ആണ് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ നാഷണൽ ഡേ 53rd നാഷണൽ ഡേ ആയിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ ഫ്ലാഗ് മാത്രമല്ല കേട്ടോ, ഫ്രോക്കുകൾ, ഡ്രസ്സുകൾ, ക്യാപ്പ്, പിന്നെന്താണ് മഫ്ലർ, അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടും ഇവിടെ നാഷണൽ ഡേക്ക് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരു ലുലു. അപ്പോൾ ലുലു എല്ലായിടത്തും ഒരേപോലെയാണല്ലോ, അതൊരു ബ്രാൻഡ് അല്ലേ ഗൈസ്. അപ്പോൾ അത് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലുള്ള ഒരു അക്വേറിയം ഉണ്ട്. അക്വേറിയം അല്ല ഗൈസ്, അക്വേറിയത്തിൽ ഇടാനുള്ള സംഗതികൾ കിട്ടുന്നൊരു കട. അവിടെ നമ്മൾ പോയി. അച്ഛൻ്റെ റൂമിലൊരു ഫൈറ്റർ ഉണ്ട്, ഒറ്റയ്ക്കല്ലേ പോവാം. അപ്പോൾ അതിനൊരു കൂട്ട് തേടി പോയതാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ ഗാർഡനിൽ പോയി. എൻ്റെ അച്ഛന് കുറച്ച് ഇങ്ങനെ പൂക്കൾ, മരങ്ങൾ, അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പെറ്റ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അച്ഛൻ്റെ റൂമിൻ്റെ അവിടെ കുറച്ച് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് വേണ്ടി പോയതാണ്. ഞെട്ടിപ്പോയി കഴിച്ചു ഞാൻ. കാരണം ഫുൾ ഓഫ് നമ്മുടെ നാട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന ചെടികളൊക്കെയാണ് ഇവരോട് പൈസയ്ക്ക് വെക്കുന്നത്. ഞാനൊരു നിമിഷം ചിന്തിച്ചു പോയി കഴിച്ച്. പോയപ്പം എന്താ പറയുക, തൊട്ടാവാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെടിയൊക്കെ കൊണ്ട് അവിടെ കൊടുത്തിരുന്നു എനിക്ക് ഇച്ചിരി പൈസ ഉണ്ടാക്കായിരുന്നു. അങ്ങനെ ഒരു ബിസിനസ്സിനെ കുറിച്ച് വരെ ഞാൻ ചിന്തിച്ചു പോയ ഒരു നിമിഷം. അത്രമാത്രം ഇവർ നമ്മുടെ നാട്ടിൽ നമ്മൾ കളയുന്ന ചെടികൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഞാനിവിടെ ഫ്ലവർ വാങ്ങുന്ന കടയിൽ വന്നെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന 10 മണിപ്പൂ ഉണ്ടല്ലോ, ആ 10 മണിപ്പൂവിന് ഇവിടെ 10 ദർഹംസ് കൊടുക്കണം. അപ്രോക്സ് ടു നമ്മുടെ ഇവിടെ ഇപ്പം 23 ഒക്കെയാണ് ഇന്ത്യൻ കറൻസി വരുന്ന ₹1. അപ്പോൾ നമ്മളൊന്ന് കൂട്ടിയൊക്കെ 10 ദർഹംസാണ് ഒരു 10 മണിക്ക്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ തൊട്ടാവാടിക്ക് ഇവിടെ 1 ദർഹം കൊടുക്കണം. നമ്മുടെ നാട്ടിലെ കാട്ടിലൊക്കെ നമ്മൾ കളയുന്ന തൊട്ടാവാടി ഉണ്ടല്ലോ, അതിന് 1 ദർഹം കൊടുത്താലാണ് നമുക്കിവിടെ വളർത്താൻ പറ്റുക. എന്താണ് ഈ കൊച്ചു നാട്ടിൽ നടക്കുന്നത് ഗൈസ്? നിങ്ങൾ നോക്കണം, നമ്മുടെ നാട്ടിലെ തൊട്ടാവാടി 1 ദർഹത്തിന് വിറ്റിട്ട് ഇങ്ങനെ കണ്ടല്ലോ എക്സസിൽ പോണ്. ഇതിനാണ് ഗൈസ് നമ്മുടെ നാട്ടിലെ മുരിങ്ങ ചെടി ഉണ്ടല്ലോ, അതിനോട് 10 ദർഹമാണ്. അതായത് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം, എൻ്റെ വീട്ടിൽ സ്ഥിരം ഞങ്ങൾ അമ്മ ഉണ്ടാക്കുമ്പം വേണ്ട എന്നും പറയുന്നത് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ആ സാധനത്തിന് ഇവിടെ 10 ദർഹം കൊടുക്കണം ഒരു ചെടി കിട്ടണമെങ്കിൽ. അത് ചെടി എന്നൊക്കെ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. അതിനിപ്പോൾ എങ്ങനെയാണ് വലുതാവരുത് ദൈവത്തിനറിയാം. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. ഒരു അയൺ ബോക്സും പിന്നെ ടോർച്ച്, പിന്നെ എനിക്കൊരു ബ്ലാങ്കറ്റ്, അങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങൾ, പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ റൂമിലെത്തി. അച്ഛൻ്റെ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്തു. അച്ഛൻ എല്ലാ ഉണ്ടമല്ലിയും ചെണ്ടുമല്ലിയൊക്കെ അച്ഛൻ വാങ്ങുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, നമുക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് അത് ചെയ്യൂല. അപ്പോൾ അച്ഛന് അങ്ങനെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഫുഡിലേക്ക് കടന്നു ഗൈസ്. എനിക്ക് നൈറ്റ് അച്ഛൻ മേടിച്ച് തന്നത് ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ചിക്കൻ കൊണ്ടാട്ടം പോലത്തെ ഒരു ഐറ്റം ഫ്രൈ ഒക്കെ ആയിട്ട് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നേരെ നമ്മൾ പോകാൻ പോകുന്നത് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്ന റൂമിലേക്ക് പോവാണ് കേട്ടോ. ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു വണ്ടിക്ക് വേണ്ടി. വണ്ടി വന്ന് നമ്മൾ വണ്ടിയിൽ കയറി. നമ്മളിപ്പം നേരെ പോകുന്ന അബുദാബിയിലേക്കാണ് കേട്ടോ. അപ്പോൾ അബുദാബിയിൽ പോകുന്ന വഴിയിൽ എനിക്ക് കാണാൻ സാധിച്ച കുറച്ച് വിസ്മയങ്ങളാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വഴിയിൽ ഈ പറഞ്ഞ മാതിരി 53rd സെലിബ്രേഷൻ ആണല്ലോ, ആനിവേഴ്സറി സെലിബ്രേഷൻ, നാഷണൽ ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ ഇങ്ങനെ എന്താ പറയുക, നല്ല ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചേക്കായിരുന്നു. പോകുന്ന വഴിയിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓരോ സ്ഥലച്ചും പറയും ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. നിങ്ങളവിടെ കണ്ടു ഒരു റെഡും പച്ചയും കളറിലൊരു സാധനം, അതാണ് ഇവിടുത്തെ പൈനാപ്പിൾ ബിൽഡിംഗ് കേട്ടോ. പൈനാപ്പിൾ പോലെ ഇരിക്കും അത് കാണാനായിട്ട്. ഇതൊന്നും അല്ല അതിൻ്റെ കളറ്, നമ്മുടെ പൈനാപ്പിൾ
പൈനാപ്പിളിനൊരു പ്രത്യേകതരം ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ആ മുകളിലെ മുള്ളൊക്കെ അതുപോലെ എന്തൊക്കെയോ ഒരു ഇല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നാഷണൽ ഡേ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കളർ തീം ഉള്ളതാണ്. ഇതാണ് നമുക്ക് ശരിക്കും കാണുമ്പോൾ ഇത് 2 ബിൽഡിംഗ് ആണ്. കാണുമ്പോൾ വലുതാണ് കേട്ടോ, ക്യാമറയിൽ നമുക്ക് ഫീൽ ചെയ്യാത്തതാണ്. അതിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഫീൽ കണ്ടോ, കറക്റ്റ് പൈനാപ്പിൾ പോലെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തി, റൂമിലേക്ക് നടക്കുവാണ്. റൂമിലെത്തി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇതാണ് ഗൈസ് എൻ്റെ റൂം. ഇവിടെയാണ് ഞാൻ ഇനി താമസിക്കാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും അറിയണം. ഇനി ഇതാണ് എൻ്റെ ലോകം ഗൈസ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.